The second one is tumor suppressor genes. These can directly or indirectly inhibit cell growth. So those that directly inhibit cell growth or promote cell death are known as gatekeepers, and their activity is rate limiting for tumor cell proliferation. സോ നമുക്കറിയാം ട്യൂമർ സപ്രസർ ജീൻസ് ഈ പേര് പോലെ തന്നെ എന്താവും അത് ചെയ്യുന്നത്, ട്യൂമർ ഉണ്ടാകുന്നത് സപ്രസ് ചെയ്യൂ അല്ലേ. അത് ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടോ സെൽ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യും. ഒന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദറ്റ് ഈസ് ഇൻഹിബിറ്റ് സെൽ ഗ്രോത്ത് തന്നെയാണ്. രണ്ടാമത്തെ പ്രൊമോട്ട് സെൽ ഡെത്ത്. അപ്പോൾ ഈ ഒരു ഡയറക്റ്റ് ഇൻഹിബിഷനും അല്ലെങ്കിൽ ഡയറക്റ്റ് പ്രൊമോഷൻ ഓഫ് സെൽ ഡെത്തും ദറ്റ് ഈസ് അപ്പോട്ടോപ്സിസും നടത്തുന്ന ട്യൂമർ സപ്രസർ ജീൻസിനെ നമ്മൾ എന്ത് പറയും, ഗേറ്റ് കീപ്പേഴ്സ് എന്ന് പറയും. സോ അവരെന്താ ചെയ്യുന്നത്, അവർ നമ്മുടെ സെൽസിൻ്റെ പ്രൊലിഫറേഷനെ തടയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. And these tumor suppressor genes that do not directly suppress proliferation but function to promote genetic stability are known as caretakers. നമ്മൾ പറഞ്ഞു ഇൻഡയറക്റ്റ് ആയിട്ട് സെൽ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്, ദറ്റ് ഇസ് ട്യൂമർ സെൽസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇൻഡയറക്റ്റ് ആയിട്ട് അവരെന്താണ് ചെയ്യുന്നത്, യെസ് ജനറ്റിക് സ്റ്റേബിലിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അവർ പറയുന്ന പേരാണ് കെയർ ടേക്കേഴ്സ്. സോ ട്യൂമർ സപ്രസർ ജീൻസ് ആർ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു ടു. ഫസ്റ്റ് വൺ ഇസ് ഗേറ്റ് കീപ്പേഴ്സ്. Those who directly inhibit cell growth or promote cell death is known as gatekeepers, and the second one who maintains the genetic stability, thus inhibit or limit the cell's proliferation, is known as caretakers. സോ നമ്മുടെ കെയർ ടേക്കേഴ്സ് നമ്മുടെ DNA റിപ്പയറിംഗ് മെക്കാനിസത്തിൽ ഇൻവോൾവ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ജനറ്റിക് സ്റ്റെബിലിറ്റി അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. And the term tumor suppressor gene implies that the normal function of a gene of this type is to restrain cell growth and division. In other words, these tumor suppressor genes can act as brakes on the process of cell proliferation and inhibit tumor development. സോ ഇവരെന്താ ചെയ്യണേന്നാണ് പറഞ്ഞത്, നമ്മുടെ സെൽസിൻ്റെ പ്രൊലിഫറേഷനെ കൺട്രോൾ ചെയ്യുന്നു അല്ലേ. സോ ദ ഫങ്ഷൻ ഓഫ് ട്യൂമർ സപ്രസർ ജീൻ ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ഓങ്കോജീൻസ്. ഇനി നമ്മൾ ആദ്യമായിട്ട് കണ്ടെത്തിയ ട്യൂമർ സപ്രസർ ജീൻസ് ഇൻവോൾവ്ഡ് ഇൻ റെറ്റിനോബ്ലാസ്റ്റോമ, ദറ്റ് ഈസ് റയർ ടൈപ്പ് ഓഫ് ഐ ക്യാൻസർ. അതിലാണ് നമ്മൾ ആദ്യമായിട്ട് ഫസ്റ്റ് ട്യൂമർ സപ്രസർ ജീനെ ഐഡൻറ്റിഫൈ ചെയ്തത്. Then inactivated or mutated form of some additional tumor suppressor genes also associated with the development of breast, ovarian, pancreatic carcinomas as well as in some inherited cancer syndromes such as Wilms tumor. ഈ നോട്ട്സ് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ PRB അതുപോലെ തന്നെ RBI ഇതൊക്കെ ട്യൂമർ സപ്രസർ ജീൻസിന് എക്സാമ്പിളാണ്. ഇവരുടെ നോർമൽ ഫങ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ RB1 എന്ന് പറയുന്നത് സെൽ സൈക്കിൾ ചെക്ക് പോയിന്റിലാണ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. P53 ഒരു ട്രാൻസ്ക്രിപ്ഷണൽ ഫാക്ടറാണ്. ദെൻ NF1 GTPase ആക്ടിവിറ്റി കാണിക്കുന്നതാണ്. ദെൻ DNA റിപ്പയറിംഗ് മെക്കാനിസത്തിൽ അതുപോലെ തന്നെ ട്രാൻസ്ക്രിപ്ഷണൽ ഫാക്ടർ മെക്കാനിസത്തിലെല്ലാം ഇൻവോൾവ് ചെയ്യുന്ന നോർമലായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ട്യൂമർ സപ്രസർ ജീൻസ് ആണ് നമ്മുടെ ബോഡിയിലുള്ളത്. സോ ഇവർ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ദേ ഇൻഹിബിറ്റ് സെൽ ഗ്രോത്ത് അല്ലെങ്കിൽ സെൽ സൈക്കിൾ പ്രോഗ്രഷൻ, ആൻഡ് the genes may encode receptors or developmental signals that inhibit cells proliferation. Then checkpoint control proteins, then these genes may arrest the cell cycles if DNA is damaged, and genes that promote apoptosis, then these genes may encode enzymes that participate in DNA repairing mechanism. So ഇത്രയൊക്കെ കാര്യങ്ങളാണ് ട്യൂമർ സപ്രസർ ജീൻസ് നോർമലി ചെയ്യുന്നത്. ആൻഡ് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിലെ കാർസിനോജൻസ്. സോ കാർസിനോജൻസ് ആർ ദ ഏജൻറ്റ്സ് ദാറ്റ് initiate or promote tumor formation in body is known as carcinogens അല്ലേ.
So the study of cancer is known as oncology. നമുക്കറിയാം. And the chemical and physical agents that can cause cancer are called carcinogens. And these carcinogens may divided into 3 categories. First, oncogenic transformation. So these are the agents or factors which bring about changes in genetic material. നമ്മൾ പറഞ്ഞു ജനറ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് അല്ലെങ്കിൽ ജനറ്റിക് DNA നമ്മൾ പറഞ്ഞു ന്യൂക്ലിയോടൈഡിൽ ഉണ്ടാകുന്ന വ്യത്യാസംസ് അല്ലെങ്കിൽ എക്സ്പ്രഷനിൽ ഉണ്ടാകുന്ന വ്യത്യാസംസ്. അപ്പോൾ എന്താണ് the agents and factors which bring about changes in genetic material thus causes cancer is known as oncogenic transformation. They are of 2 types, radiations and chemicals. വെൽ ഇതിന് എക്സാമ്പിൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ UV റേഡിയേഷൻസ്, ഗാമ റേസ് എല്ലാം ഓങ്കോജനിക് ഈ പറയുന്ന റേഡിയേഷനിൽ ക്യാൻസർ കോസിംഗ് ആയിട്ട് വരുന്നതാണ്. ദറ്റ് ഈസ് ഡയറക്റ്റ് എക്സ്പോഷർ ടു UV ആൻഡ് ഗാമ റേഡിയേഷൻസ് മേ കോസ് ക്യാൻസർ. നെക്സ്റ്റ് വൺ ഇസ് കെമിക്കൽസ്. ബെൻസോപൈറിൻ, ബെൻസീൻ, ഇതെല്ലാം നമ്മളുടെ കെമിക്കൽസ് പെട്ടെന്ന് തന്നെ നമ്മുടെ ബോഡിയിൽ ക്യാൻസർ കോസിംഗ് ആയിട്ട് ചാൻസ് ഉള്ള കെമിക്കൽസ് ആണ് ബെൻസോപൈറിനും ബെൻസീൻസ്. ഇത് കൂടാണ്ട് ബയോളജിക്കൽ കോസസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഓങ്കോ വൈറസസ് അല്ലെങ്കിൽ ട്യൂമർ വൈറസസ്, ഇതെല്ലാം ഈ പറയുന്ന ഓങ്കോജനിക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്ന ഡയറക്റ്റ് ക്യാൻസർ ബ്രിങ് അബൌട്ട് ചെയ്യുന്ന സംഭവങ്ങളാണ്. ദറ്റ് ഈസ് റേഡിയേഷൻസ്, കെമിക്കൽസ് ആൻഡ് ബയോളജിക്കൽ ഏജൻറ്റ്സ്. ഇനി നമ്മൾ ഈ കെമിക്കൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ കെമിക്കൽ കാർസിനോജൻസ് തന്നെ എന്താണ് ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ദറ്റ് ഈസ് certain chemicals can cause direct cancer, which is known as direct acting carcinogens. So they act directly without any metabolic activation. And second one is indirect acting carcinogens, which require a metabolic activation to cause cancer. For example, nu parayunnathu indirect na aflatoxin, which is otherwise known as a mycotoxin, is an example for indirect acting carcinogen. അതെങ്ങനെയാണ്? അത് ഏതെങ്കിലും ഒരു എന്താണ് മെറ്റബോളിക് ആക്ടിവിറ്റി ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാകുന്നതാണ് ഈ പറയുന്ന മൈക്കോടോക്സിൻ. അങ്ങനെ മാത്രമാണ് അതെന്ത് ചെയ്യുള്ളൂ, നമ്മുടെ ക്യാൻസർ കോസിങ് ആവുള്ളൂ. ഇനി നമ്മുടെ ഡയറക്റ്റ് കോസിങ് ആയിട്ടുള്ള ക്യാൻസേഴ്സിന് എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞ ബെൻസീൻ. ബെൻസീൻ്റെ എക്സ്പോഷർ ഹൈ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ലുക്കീമിയ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ആർസനിക്, which causes lung and skin cancers. Then cadmium, which causes prostate cancer. Radon, which causes lung cancer. Asbestos, lung and gastrointestinal tract cancers. Then vinyl chloride, which is causing liver cancer, etc. സോ ഇത്രയും കാര്യങ്ങൾ അറിയാം. പിന്നെ നമുക്കറിയാവുന്ന കാര്യമാണ് നമ്മുടെ നിക്കോട്ടിൻ അല്ലേ. നമ്മുടെ എന്തിലാണ് ടുബാക്കോയിലുള്ള നിക്കോട്ടിൻ എന്ന് പറയുന്നത് വളരെയധികം ക്യാൻസർ കോസിങ് ആണ്. അത് ഡയറക്റ്റ് അല്ല, കൈൻഡ് ഓഫ് ഇൻഡയറക്റ്റ് ആണ്. ദറ്റ് ഈസ് പ്രൊലോങ്ഡ് കൺസ്യൂം ആണ് നമ്മുടെ ഈ പറയുന്ന ക്യാൻസറിന് നിക്കോട്ടിൻ കോസ് ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. ദറ്റ് ഈസ് നിക്കോട്ടിൻ നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടാറിൽ വളരെ ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസ് ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സോ അതിൻ്റെ എന്താ പറയുക കണ്ടിന്യൂസ് എക്സ്പോഷറാണ് ഈ പറയുന്ന ക്യാൻസർ കോസ് ആവുന്നത്. നമ്മളുടെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ 80% ഓഫ് നിക്കോട്ടിൻ ഡയറക്റ്റ് നിക്കോട്ടിൻ കൺസ്യൂമേഴ്സിൽ ഉണ്ടാകുന്നത് ഓറൽ ക്യാൻസർ ആണ്. ഇനി ചില കെമിക്കൽസ് വിച്ച് സ്റ്റിമുലേറ്റ് ദ സെൽസ് പ്രൊലിഫറേഷൻ റാദർ ദാൻ ഇൻഡ്യൂസിങ് മ്യൂട്ടേഷൻ. നമ്മൾ പറഞ്ഞു എപ്പോഴും മ്യൂട്ടേഷൻ വഴിയാണോ ഈ പറയുന്ന ജനറ്റിക് ചേഞ്ചസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്, അല്ലെങ്കിൽ എപ്പിജനറ്റിക് ചേഞ്ചസ് ഉണ്ടാകാനുള്ള ചാൻസസ് മ്യൂട്ടേഷൻ വഴിയാണ് കൂടുതലെന്നും പറഞ്ഞു. ചിലത് ദേ പ്രൊമോട്ട് സെൽ പ്രൊലിഫറേഷൻ റാദർ ദാൻ എന്താണ് മ്യൂട്ടേഷൻ. And such compound which causing this cell proliferation rather than inducing mutations are referred to as tumor promoters. അപ്പോൾ കാർസിനോജൻസിൽ നമ്മൾ എന്ത് പറഞ്ഞു, 3 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. റേഡിയേഷൻസ് ഉണ്ട്, കെമിക്കൽസ് ഉണ്ട്, ബയോളജിക്കൽ കാർസിനോജൻസ് ഉണ്ട്, ഡയറക്റ്റ് ആക്ടിങ് കാർസിനോജൻസ് ഉണ്ട്, ഇൻഡയറക്റ്റ് ആക്ടിങ് കാർസിനോജൻസ് ഉണ്ട്, ട്യൂമർ പ്രൊമോട്ടേഴ്സ് ഉണ്ട്.
Next is tumor viruses. Some viruses are also known to be connected with oncogenic transformation. ഇതാണ് കോമൺ ആയിട്ടുള്ള എന്താ നമ്മുടെ ഓങ്കോ വൈറസ്, ട്യൂമർ വൈറസസ് അല്ലെങ്കിൽ ഓങ്കോ വൈറസസ് ആണ് ഇതിന് എക്സാമ്പിൾ. സോ ഇതാണ് നമ്മുടെ കാർസിനോജൻസിനെ കോമൺ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ആൻഡ് വേറൊരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫിസിക്കൽ ഇറിറ്റൻസ്, യൂസ് ഓഫ് ഗാംഗ്രീൻ. ഗാംഗ്രീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേണിംഗ് കോൾ by Kashmiris causes abdominal skin cancer, as these people keep gangrene close to their abdomen during winter. Then betel and tobacco chewing causes oral cancers. Heavy smoking causes lung cancer and also cause cancer of oral cavity, pharynx and larynx. Jagged teeth may cause tongue cancer. Excessive exposure to sunlight can cause skin cancer. And the second, the physical agents ആണ്. Then second classify ചെയ്തിരിക്കുന്നത് വേറെ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് കെമിക്കൽ ഏജൻസ്, കഫീൻ, നിക്കോട്ടീൻ, പ്രൊഡക്ട്സ് ഓഫ് കമ്പൾഷൻ ഓഫ് കോൾ, then oil, pesticide, constant use of artificial sweetener can cause cancer. Animal protein rich diet is also known cause to cancer. Breast cancer has normal relationship with some sex hormones and steroid if secreted or given in large amounts may cause breast cancer. Chimney sweepers can develop cancer of scrotum. Dive workers have a high rate of bladder cancer. And third is radiation, X-rays, cosmic rays, ultraviolet rays causes cancer. Then biological agents, some viruses and other parasites, excessive secretion of certain hormones believed to cause cancers. ഇതിൽ നമ്മൾ എക്സാമ്പിൾ പറയുന്നതാണ് ഓങ്കോ വൈറസസ് അല്ലെങ്കിൽ ട്യൂമർ വൈറസസ്. സോ നമ്മുടെ ഓങ്കോ വൈറസസ് അല്ലെങ്കിൽ ട്യൂമർ വൈറസസ്, ദ ട്രാൻസ്ഫോമിംഗ് ആക്ടിവിറ്റി ഓഫ് എ ട്യൂമർ വൈറസ്, so which is residing in a particular oncogene or may cause cancer. ഫോർ എക്സാമ്പിൾ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ DNA കണ്ടെയ്നിങ് ഓങ്കോ വൈറസസ് ആയിട്ടുള്ള ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ്, ഹെർപ്പസ് വൈറസസ്, SV40 വൈറസ്, പപ്പിലോമ വൈറസ്, ഇതൊക്കെ ക്യാൻസർ കോസിംഗ് ആയിട്ടുള്ള വൈറസസ് ആണ്. ഇത് DNA കണ്ടെയ്നിങ് ഓങ്കോ വൈറസസ് ആണ്. ഇനി RNA കണ്ടെയ്നിങ് ഓങ്കോ വൈറസസ് ആയിട്ടുള്ള റിട്രോ വൈറസസിന് എക്സാമ്പിൾ ആണ് റൗസ് സാർക്കോമ വൈറസ്. ദെൻ നമ്മുടെ ഫൈബ്രോബ്ലാസ്റ്റിൽ, എംബ്രിയോ ഫൈബ്രോബ്ലാസ്റ്റിലൊക്കെ ഈ പറയുന്ന ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാൻ എബിലിറ്റി ഉള്ളതാണ് ഈ പറയുന്ന റൗസ് സാർക്കോമ വൈറസസ്. മറ്റൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹ്യൂമൻ T സെൽ ലിംഫോട്രോഫിക് വൈറസ്, ദാറ്റ് ഈസ് HTLV, ഹ്യൂമൻ T സെൽ ലിംഫോട്രോപിക് വൈറസസ്, സിമിയൻ വൈറസസ്. ഇതെല്ലാം റിട്രോ വൈറസസ് ആണ്. RNA കണ്ടെയ്നിങ് റിട്രോ വൈറസസ് വിച്ച് കോസ് ക്യാൻസർ ആണ് ഈ പറയുന്നതെല്ലാം. സോ ഇത്രയാണ് നമ്മൾ ക്യാൻസറിൽ ആകെ പഠിക്കാനുള്ളത്. മിസ്സോ ഓൾറെഡി പറഞ്ഞു ഈ ചാപ്റ്ററിൽ നിന്ന് 2 5 വെയിറ്റേജ് എസ്സെയാണ് വരാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ പ്രോപ്പർട്ടീസ് ഓഫ് ക്യാൻസർ സെല്ലാണ്. ആൻഡ് ദ സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ് കമൻറ്റ് ഓൺ ദ ഫോളോയിങ്, ദറ്റ് ഈസ് പ്രോട്ടോ ഓങ്കോജീൻസ്, ട്യൂമർ സപ്രസർ ജീൻസ് ആൻഡ് കാർസിനോജൻസ്. ഈ 2 ക്വസ്റ്റ്യൻ ആണ് ക്യാൻസർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്.